ശബരിമല സ്വർണക്കൊള്ളയിലെ പുരാവസ്തു കടത്ത് ആരോപണത്തിൽ തെളിവ് ലഭിച്ചാൽ മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം. സ്വർണക്കൊള്ളയിൽ പങ്കുണ്ടെന്ന് വിദേശ വ്യവസായി മൊഴി നൽകിയ ദിണ്ടിഗൽ സ്വദേശി ഡി മണിക്ക് നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നോട്ടീസ്. ഇയാളിൽ നിന്നും കാര്യമായ വിവരങ്ങൾ ലഭിച്ചാൽ മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്യാനാണ് നീക്കം. മണിക്ക് പുറമെ ബാലമുരുകൻ, ശ്രീകൃഷ്ണൻ എന്നിവർക്കും ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ജയിലിൽ കഴിയുന്ന പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും കൂടുതൽ ചോദ്യം ചെയ്യാൻ കോടതിയിൽ SIT നാളെ കസ്റ്റഡി അപേക്ഷ നൽകും. ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് വേർതിരിച്ച ശബരിമല ദ്വാരപാലക ശില്പത്തിലെ സ്വർണം ഗോവർദ്ധന് കൈമാറിയതായി SIT കണ്ടെത്തിയെങ്കിലും ഗോവർദ്ധൻ ആർക്ക് കൈമാറിയെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതേസമയം ശബരിമല സ്വർണക്കൊള്ളയിൽ ഹൈക്കോടതി അനുവദിച്ച സമയപരിധി അവസാനിക്കാനിരിക്കെ തൊണ്ടി മുതൽ എവിടെയെന്ന ചോദ്യം ബാക്കിയാണ്. ദ്വാരപാലക ശില്പങ്ങളിലെ തങ്കം പൊതിഞ്ഞ പാളികൾ ഉരുക്കിയെന്നാണ് പ്രതികൾ മൊഴി നൽകിയത്. എന്നാൽ ഇക്കാര്യം SIT വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്മാർട്ട് ക്രിയേഷൻസ് CEO പങ്കജ് ഭണ്ഡാരിയും ബെല്ലാരിയിലെ റോത്താം ജ്വല്ലറി ഉടമ ഗോവർദ്ധനും പരസ്പര വിരുദ്ധ കാര്യങ്ങളാണ് പറയുന്നത്. അന്വേഷണത്തെ വഴിതെറ്റിക്കാനെന്ന സംശയം SITക്കുണ്ട്. ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ വച്ചാണ് സ്വർണം വേർതിരിച്ചെടുത്തത്. ഇത് ഗോവർദ്ധൻ വാങ്ങിയെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി. എന്നാൽ പിന്നീട് എന്തു ചെയ്തു എന്നത് വ്യക്തമല്ല. ഇക്കാര്യത്തിൽ വ്യക്തത തേടി ഗോവർദ്ധനെയും പങ്കജ് ഭണ്ഡാരിയെയും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം തിങ്കളാഴ്ച അപേക്ഷ നൽകും. കേസിൽ പ്രവാസി വ്യവസായിയുടെ മൊഴിയെ തുടർന്ന് അന്വേഷണ സംഘം ചോദ്യം ചെയ്ത ഡി മണിയുടെ മൊഴിയിൽ അടിമുടി പൊരുത്തക്കേടെന്ന് SIT പറയുന്നു. ഇടപാടുകളുടെ ഭാഗമായി മണി തിരുവനന്തപുരത്ത് എത്തിയെന്ന വിവരം ലഭിച്ചെങ്കിലും സ്ഥിരീകരിക്കാനായിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഡി മണിക്കും സ്വർണക്കൊള്ളയുമായി ബന്ധമുണ്ടെന്നാണ് പ്രവാസി വ്യവസായിയുടെ മൊഴി. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നേരിട്ടുള്ള ബന്ധം സ്ഥിരീകരിക്കാൻ തെളിവ് ലഭിച്ചിട്ടില്ലെന്നും സൂചനയുണ്ട്. ശബരിമല കൊള്ളയുമായി ബന്ധമില്ലെന്നും ഡി മണിയല്ല MS മണിയാണ് താനെന്നും ആവർത്തിക്കുകയാണ് ഈ ദിണ്ടിഗൽ സ്വദേശി. തന്റെ വീട്ടിൽ ഡിസംബർ 25-ന് DYSP സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയിരുന്നുവെന്ന് രാജപാളയം സ്വദേശി ശ്രീകൃഷ്ണൻ പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കടത്ത് ഡി മണി, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നിവയുമായി ബന്ധമില്ലെന്നും ഇറിഡിയം കടത്തുമായി ബന്ധപ്പെട്ട് കേസ് മാത്രമേ ഉള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ശ്രീകൃഷ്ണനും തമ്മിൽ ഫോൺ സംഭാഷണം നടത്തിയ വിവരം SITക്ക് ലഭിച്ചിട്ടുണ്ട്. മണിയുടെ സുഹൃത്തായ ബാലമുരുകനെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. SIT ഓഫീസിൽ ഹാജരാകാൻ ബാലമുരുകനും നോട്ടീസ് നൽകിയിട്ടുണ്ട്. മണിയും പഞ്ചലോഹ വിഗ്രഹക്കടത്ത് മൊഴിയും കേസിൽ പുതിയ വഴിത്തിരിവാണ്. ദിണ്ടിഗൽ സംഘം പാളികൾ അപ്പാടെ മാറ്റിയോ എന്നും വിഗ്രഹങ്ങൾ കടത്തിയോ എന്നും അന്വേഷിക്കും. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷണം ദിണ്ടിഗൽ സ്വദേശി ഡി മണിയിൽ തട്ടി വഴിമാറുമോ എന്ന ആശങ്കയും ഒരു വശത്തുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മണിയുടെ പങ്ക് ഇതുവരെ വെളിവായിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തപ്പോൾ ഡി മണി എന്ന വ്യക്തിയെ അറിയില്ലെന്നാണ് പറഞ്ഞത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചിത്രം കാണിച്ചപ്പോൾ ഡി മണിയും തിരിച്ചറിഞ്ഞില്ല. എന്നാൽ പോറ്റിയും വിഗ്രഹക്കടത്തിൽ മണിയുടെ ഇടനിലക്കാരൻ എന്ന് കരുതുന്ന വിരുദനഗർ സ്വദേശി ശ്രീകൃഷ്ണനും തമ്മിൽ ബന്ധമുണ്ടെന്നതാണ് ഇതുവരെയും അന്വേഷണത്തിൽ നിന്ന് ലഭിച്ച വിവരം.